ജീവിതമാകെ ഒന്നേ ഉള്ളൂ അനൂപ്. അതെനിക്ക് മനസ്സിലാക്കി തന്നത് എന്റെ പപ്പയാണ്. എന്റെ കാര്യത്തിൽ പപ്പ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ രണ്ടുപേരുടെയും നല്ലതിനാണെന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എന്റെ പപ്പ എന്നോടൊരാഗ്രഹം പറഞ്ഞു. പപ്പയുടെ ആ ആഗ്രഹം എനിക്ക് നടത്തി കൊടുക്കണം. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എനിക്ക്. അർച്ചന, നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. തന്റെ കാമുകി പറയുന്നത് കേട്ടുകൊണ്ട് കൈകെട്ടി ഒന്നും മിണ്ടാതെ ബൈക്കിനു മുകളിൽ ചാരിയിരുന്ന അനൂപ് കാര്യമറിയാതെ അല്പം ഗൗരവത്തിൽ അർച്ചനയോട് ചോദിച്ചു. അത് മറ്റൊന്നുമല്ല അനൂപ്, എനിക്ക് ഈ ബന്ധം തുടർന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ പപ്പയാണ് എനിക്കെല്ലാം. ഞാൻ എന്റെ ജീവനെ പോലെ സ്നേഹിക്കുന്ന എന്റെ പപ്പയെ വേദനിപ്പിക്കുന്ന ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സോറി അനൂപ്, നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. അർച്ചന അനൂപിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പപ്പയോ? നീ നിന്റെ പപ്പയെ പറ്റി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എന്താ പെട്ടെന്നൊരു മാറ്റം? അർച്ചന പറയുന്നത് കേട്ട് അനൂപിന് ദേഷ്യവും സങ്കടവും ഇരച്ചു കയറി വന്നു. അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അനൂപ്? ഞാൻ നിന്റെ കാര്യം എന്റെ പപ്പയുടെ അടുത്ത് പറഞ്ഞതാണ്. പപ്പയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അർച്ചന പറഞ്ഞു. സ്നേഹിച്ച് നടക്കുമ്പോൾ നമ്മുടെ വിവാഹത്തിന് നിന്റെ പപ്പ ഒരു എതിർപ്പും ഉണ്ടാക്കില്ലെന്നല്ലേ നീ പറഞ്ഞത്? അഥവാ എതിർത്താൽ തന്നെ നീ എന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നേക്കാൾ നല്ല തൊലിവെളുപ്പും പണവുമുള്ള ചെക്കനെ കണ്ടപ്പോൾ നിനക്ക് എന്നെ വേണ്ടാതായി അല്ലേടി വൃത്തികെട്ടവളെ? അത് പറഞ്ഞുകൊണ്ട് ബൈക്കിൽ ചാരിയിരുന്ന അനൂപ് ചാടി എഴുന്നേറ്റുകൊണ്ട് അവളെ തല്ലാൻ കയ്യോങ്ങി. അത് കണ്ടതും കുറച്ചകലെ മാറി നിൽക്കുകയായിരുന്ന അവന്റെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. അർച്ചനയെ തല്ലാൻ വേണ്ടി കയ്യോങ്ങി നിൽക്കുകയായിരുന്ന അനൂപിനെ ബലം പ്രയോഗിച്ചുകൊണ്ട് അവൻ പിടിച്ചു മാറ്റി. അത് കണ്ടുകൊണ്ട് അർച്ചനയുടെ കാറിൽ ഇരിക്കുകയായിരുന്ന അവളുടെ കൂട്ടുകാരിയും അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അവളെ പിടിച്ച് കാറിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോയി. കാറിൽ ഇരുന്നു കൊണ്ട് അർച്ചനയുടെ കൂട്ടുകാരി അഭിരാമി അവളോട് ചോദിച്ചു. അർച്ചനെ, നീ ഇത് ചെയ്യുന്നത് വളരെ മോശമാണ് കേട്ടോ. എന്ത്? കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അഭിരാമിയുടെ മുഖത്തേക്ക് നോക്കി അർച്ചന ചോദിച്ചു. നീ ഇപ്പൊ അനൂപിനോട് കാണിച്ചത് തന്നെ. അവനൊരു പാവമാണെന്ന് നിനക്കറിയില്ലേ? എന്നിട്ടും നീ എന്തിനാ അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇത്രയും നാള് കളിപ്പിച്ചത്? വെറുതെ അവനെ ഒരു കോമാളിയാക്കിയില്ലേ നീ? നിനക്കെന്താ അവനോട് ഇത്ര സെന്റിമെന്റ്സ്? അർച്ചന ചോദിച്ചു. എനിക്കൊന്നും ഉണ്ടായിട്ടല്ല. ഇത്രയും നാള് നീ അവനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് അവനെ കുരങ്ങ് കളിപ്പിച്ചില്ലേ? അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ നിനക്ക്? ഒന്ന് പോടി. അവനോട് നിനക്ക് അത്ര ദണ്ണമുണ്ടെങ്കിൽ നീ അവനെ അങ്ങ് പ്രേമിച്ചോ. എന്തായാലും ഞാൻ നിന്നെ ചോദ്യം ചെയ്യാനൊന്നും വരില്ല. അർച്ചന അഭിരാമിയോട് പുച്ഛത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ ആവരുത് അർച്ചനെ. ഒന്നുമില്ലെങ്കിലും നീ അങ്ങോട്ട് ചെന്ന് അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ? നിന്റെ ചില സമയത്തെ പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്ക് തന്നെ നിന്നോട് ദേഷ്യം തോന്നാറുണ്ട്. അഭിരാമി കാറിൽ ഇരുന്നു കൊണ്ട് അർച്ചനയോട് ദേഷ്യത്തോടെ പറഞ്ഞു. അഭിരാമി പറയുന്നത് കേട്ട് അർച്ചന പൊട്ടിച്ചിരിച്ചു. അത് കണ്ടപ്പോൾ വീണ്ടും അഭിരാമിക്ക് ദേഷ്യം വന്നു. ഒന്ന് നിർത്ത് നിന്റെ ഈ കൊലച്ചിരി. നിനക്കെല്ലാം ഒരു തമാശയാണ്. ആ പാവം ഇപ്പോൾ എത്ര വിഷമിക്കുന്നുണ്ടാകുമെന്ന് നിനക്കറിയോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിന് ഞാനും കൂട്ടുനിന്നിട്ടില്ലേ? ആണോ? നന്നായി പോയി. അങ്ങനെയാണെങ്കിൽ നീ പോയി അവന്റെ വിഷമം അങ്ങ് തീർത്തു കൊടുത്തേക്ക്. അതിന് അവന്റെ കൂടെ കിടന്നിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല. എന്റെ തലയിൽ നിന്നും അവൻ ഒഴിഞ്ഞു പോയല്ലോ. ഐ ആം ഹാപ്പി. എടി, നിനക്കെങ്ങനെ ഇത്ര ചീപ്പായി സംസാരിക്കാൻ കഴിയുന്നത് അർച്ചന? നിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുകയാണ്. നിന്റെ കൂട്ടുകാരിയായി പോയല്ലോ ഞാനെന്നോർത്ത്. അഭിരാമിക്ക് ശരിക്കും ദേഷ്യം തോന്നി. നീ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല. ആകെയുള്ളൊരു ജീവിതമാണ്. അതിങ്ങനെ കണ്ട പ്രാരാബ്ധക്കാരനെ ഒന്നും കെട്ടി നശിപ്പിച്ചു കളയാൻ എനിക്കാവില്ല, അർച്ചന പറഞ്ഞു. അപ്പോ അവനെ പ്രേമിക്കുമ്പോൾ നിനക്കിതൊന്നും അറിയാൻ പാടില്ലായിരുന്നു അർച്ചനെ? എടി, ഇതൊക്കെ ഈ അർച്ചന വെറുമൊരു ടൈം പാസ് മാത്രമായിട്ടേ കൂട്ടിയിട്ടുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിത്തരാനും കൊണ്ടുപോകേണ്ട സ്ഥലത്തൊക്കെ കൊണ്ടുപോകാനും എനിക്കൊരാള് വേണമായിരുന്നു. അങ്ങനെ മാത്രമേ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ. പിന്നെ അല്ലറ ചില്ലറ നുണകളൊക്കെ പറഞ്ഞാലല്ലേ ഇവറ്റകൾ നമ്മുടെ കൂടെ പട്ടിയെപ്പോലെ വാലാട്ടി വരൂ. അതിന് ചിലപ്പോൾ സ്നേഹമാണെന്നോ പ്രേമമാണെന്നോ അങ്ങനെയൊക്കെ തട്ടിവിടേണ്ടി വരും. അത് മാത്രമേ ഞാനും ചെയ്തുള്ളൂ. അല്ലാതെ നീ വിചാരിക്കും പോലെ അസ്ഥിക്ക് പിടിച്ച പ്രേമമൊന്നും എനിക്ക് അവനോടുണ്ടായിട്ടില്ല. പിന്നെ നിനക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു ബന്ധമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വലിയ ബിസിനസ്സുകാരൻ, കോടീശ്വരൻ, കാണാനും തരക്കേടില്ല. അപ്രതീക്ഷിതമായ എന്റെ വലയിൽ വന്ന് വീണതാണ്. അവനാണെങ്കിൽ അസ്ഥിക്ക് പിടിച്ച പ്രേമമാണ് എന്നോട്. അവന്റെ കയ്യിലാണെങ്കിൽ പൂത്ത കാശുമുണ്ട്. ഇനിയിപ്പോ എന്റെ പപ്പ തന്നെ എന്നോട് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ഞാൻ അവന്റെ കൂടെ പോകുമെടി മോളെ. ഇതൊന്ന് സെറ്റായിട്ട് വേണം എനിക്ക് എന്റെ എബിയെയും കൊണ്ട് അനൂപിന്റെ മുന്നിൽ കൂടി ഞെളിഞ്ഞൊന്ന് നടക്കാൻ. അർച്ചന പറയുന്നത് കേട്ട് അഭിരാമി ഒന്നുകൂടി ഞെട്ടി. അപ്പൊ നിന്റെ പപ്പയ്ക്ക് ഇതൊന്നും അറിയില്ലേ? പിന്നെ പപ്പയ്ക്ക് ഞാൻ ആരെയാ പ്രേമിക്കുന്നതെന്ന് നോക്കി നടക്കലാണല്ലോ പണി. പപ്പയ്ക്കൊരു കുന്തവും അറിയില്ല. ഇനി അറിഞ്ഞാൽ തന്നെ പപ്പ ഇതിനെതിരൊന്നും നിൽക്കില്ല. ഒരു കോടീശ്വരനായ ചെറുപ്പക്കാരനാണ് എബി. അതും അച്ഛനും അമ്മയും ഒന്നുമില്ലാത്തൊരനാഥൻ. അങ്ങനെ ഒരാൾ ഇവിടേക്ക് വന്ന് പ്രപ്പോസ് ചെയ്താൽ നല്ലതാണെങ്കിൽ ആരെങ്കിലും എതിര് നിൽക്കുമോ? ഇനി ഇതും പറഞ്ഞ അനൂപെങ്ങാനും എന്റെ പിന്നാലെ വന്നാൽ ഞാൻ വിളിച്ചാൽ എന്തും ചെയ്തു തരാൻ നല്ല ചെക്കന്മാരുണ്ട് എന്റെ അടുത്ത്. ഞാൻ അവരെ അങ്ങ് ഇറക്കും, അർച്ചന പറഞ്ഞു.
നിന്നോട് വാദിക്കാൻ എന്തായാലും ഞാനില്ല, എനിക്കൊട്ട് കഴിയുകയുമില്ല. നീ നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്തോ. നിന്റെ ഒരു കൂട്ടുകാരി എന്ന നിലയ്ക്ക് ഞാൻ നിന്നോടത് പറഞ്ഞെന്നേയുള്ളൂ. ഈ ശാപമൊക്കെ നീ എവിടെ കൊണ്ട് ചെന്ന് തീർക്കും? ശാപം പോലും, അതും അവനെ തേച്ചതിന്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് ഞാൻ അങ്ങ് സഹിച്ചോളാം. നീ അതോർത്ത് വിഷമിക്കണ്ട. തൊട്ടടുത്ത സീറ്റിലിരുന്നു കൊണ്ട് അഭിരാമി അർച്ചന പറയുന്നതെല്ലാം ഒന്നും മിണ്ടാതെ കേട്ടിരുന്നു. അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അഭിരാമിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ അനൂപ് വീട്ടിലെത്തിയത് വളരെ വൈകിയാണ്. വീട്ടിൽ നിന്ന് അമ്മയുടെ ഒരുപാട് കോള് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൻ അതൊന്നും എടുത്തിരുന്നില്ല. തന്റെ മകൻ എന്തു പറ്റിയെന്നറിയാതെ ആ അമ്മ വീടിനു മുന്നിൽ അവനെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഗേറ്റ് കടന്നുകൊണ്ട് ഒരു ബൈക്ക് വരുന്നത് അമ്മ കണ്ടത്. അതെ, അത് അനൂപ് തന്നെയാണ്. അമ്മയുടെ മനസ്സിന്റെ ആശങ്ക അപ്പോഴേക്കും പകുതി കുറഞ്ഞിരുന്നു. മുറ്റത്ത് വണ്ടി നിർത്തിയ പാടെ അമ്മ അനൂപിനോട് ചോദിച്ചു, എടാ മോനെ, എന്താടാ നീ ഫോണ് വിളിച്ചിട്ട് എടുക്കാത്തത്? അമ്മയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് കയറി നടന്നു. തന്റെ മുന്നിൽ കൂടി ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോകുന്ന അനൂപിനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്തോ പന്തികേട് തോന്നി. നിനക്ക് എന്തു പറ്റി മോനെ? എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയ്, അമ്മ ചോദിച്ചു. അവൻ അമ്മയുടെ മുഖത്തേക്കൊന്നു നോക്കി, എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല, ഞാനൊന്ന് കിടക്കട്ടെ. വേറൊന്നും പറയാതെ മുകളിലെ മുറിയിലേക്ക് കയറി പോകുന്ന അനൂപിനോട് പിന്നിൽ നിന്നും വീണ്ടും അമ്മ ചോദിച്ചുകൊണ്ടിരുന്നു, മോനെ, നിനക്കെന്തെങ്കിലും കഴിക്കണ്ടേ? അമ്മ ഭക്ഷണം എടുത്തു വെക്കട്ടെ? അതിന് തിരിഞ്ഞു പോലും നോക്കാതെ അമ്മയോട് വേണ്ട എന്ന് മാത്രം പറഞ്ഞ് അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി തുടങ്ങി. എങ്ങനെയെങ്കിലും തന്റെ മുറിയിലെത്തിയാൽ മതി എന്നായിരുന്നു അപ്പോൾ അനൂപിന്റെ ചിന്ത. മുറിയിലെത്തിയ പാടെ ഷർട്ട് അയച്ചൊരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ കട്ടിലിലേക്ക് മറിഞ്ഞു വീണു. അവന്റെ ചിന്തയിൽ മുഴുവൻ ആ സമയം വരെ അർച്ചന മാത്രമായിരുന്നു. ദേഷ്യമാണോ വിഷമമാണോ അവന് വരുന്നതെന്ന് അവന് തന്നെ മനസ്സിലാവാത്തൊരവസ്ഥ. യാതൊരു ടെൻഷനും ബുദ്ധിമുട്ടുമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന തന്റെ ജീവിതത്തിലേക്ക് എന്തിനായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ തന്നുകൊണ്ട് അവൾ കടന്നു വന്നത്? 2.5 വർഷം നീണ്ടുനിന്ന ബന്ധമാണ് അവൾ ഒരു നിമിഷം കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു പോയത്. ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി ജീവിതത്തിന്റെ താളം തന്നെ തെറ്റാനെന്ന് പറയുന്നത് വെറുതെയല്ല. ഏത് നിമിഷവും സ്വഭാവം മാറാവുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണിവർ. അനൂപേ, നിനക്കിതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? അവന്റെ മനസാക്ഷിയോട് അവൻ തന്നെ ചോദിച്ചു. കട്ടിലിൽ കിടന്നുകൊണ്ട് അവൻ തന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് ഗാലറി ഓപ്പൺ ചെയ്തു. അനൂപ് അതിലുള്ള ഫോട്ടോസുകൾ ഓരോന്നോരോന്നായി നോക്കി. അർച്ചനയുടെ കൂടെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എടുത്ത ഫോട്ടോസുകൾ ഉണ്ട് അതിൽ. അതെല്ലാം കൂടി കണ്ടപ്പോൾ അവൻ ആകെ ദേഷ്യം ഇരച്ചു കയറി. കട്ടിലിൽ കിടന്നുകൊണ്ട് ദേഷ്യത്തോടെ അവളുടെ ഫോട്ടോയിൽ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിനക്കിനി ഫോണിലെന്നല്ല എന്റെ മനസ്സിൽ പോലും സ്ഥാനമില്ല, വൃത്തികെട്ട ശവം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ഫോണിലെ ഗാലറിയിൽ ഉണ്ടായിരുന്ന അർച്ചനയുടെ ഫോട്ടോസുകളെല്ലാം തിരഞ്ഞെടുത്ത് ഓരോന്നായി ഡിലീറ്റ് ചെയ്ത് ഫോൺ കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞു അനൂപ്. അർച്ചനയുടെ ഫോട്ടോസ് എല്ലാം അവന്റെ ഫോണിൽ നിന്ന് പോയെങ്കിലും അവളുടെ രൂപം അവന്റെ മനസ്സിൽ മായാതെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. വിവാഹം കഴിക്കാമെന്ന ആശ തന്ന് 2.5 വർഷത്തോളം കൂടെ നടന്നതല്ലേ? എന്നിട്ട് പെട്ടെന്നില്ലാതായപ്പോൾ ഉള്ള ആ ഒരു വിഷമം അവന്റെ മനസ്സിനെ കുറച്ചൊന്നുമല്ല തളർത്തിക്കളഞ്ഞത്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. പതിയെ പതിയെ അവന്റെ ജീവിത രീതികളിലും മാറ്റം വന്നു തുടങ്ങി. കുറച്ചു ദിവസങ്ങളായി ജോലി കഴിഞ്ഞു വരുമ്പോൾ സ്വബോധമില്ലാതെ ആടി വീട്ടിലേക്ക് കയറി വരുന്ന സ്വന്തം മകന്റെ ദുരവസ്ഥ കണ്ട് അവന്റെ അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നുണ്ടായ അവന്റെ ഈ മാറ്റത്തിന് കാരണം എന്താണെന്നറിയാതെ ആ അമ്മ അവനോട് ഒരുപാട് ചോദിച്ചെങ്കിലും മറുപടിയൊന്നും അമ്മയ്ക്ക് ലഭിച്ചില്ല. ഒടുവിൽ കൂട്ടുകാരൻ മുഖാന്തരം അനൂപിന്റെ അമ്മ അവനുണ്ടായ ഈ ദുരവസ്ഥയുടെ കാരണം മനസ്സിലാക്കി. തന്റെ മകനുണ്ടായ ആ ബുദ്ധിമുട്ടിൽ അനൂപിന്റെ അമ്മയും ഒരുപാട് വിഷമിച്ചു. അന്നൊരു ദിവസം ഞായറാഴ്ച രാവിലെ വീട്ടിൽ പത്രം വായിച്ചുകൊണ്ട് സിറ്റൗട്ടിൽ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു അനൂപ്. അതിനിടയ്ക്കാണ് അമ്മ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നത്. അമ്മ വന്നതൊന്നും അറിയാതെ അനൂപ് പത്രവായനയിൽ മുഴുകിയിരിക്കുകയാണ്. അനൂപേ, ഡാ അനൂപേ, അമ്മ വിളിച്ചു. എന്താ അമ്മേ? എടാ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? ചായ ഗ്ലാസ് അടുത്തുള്ള ടീപ്പോയിൽ വെച്ച് അനൂപ് അമ്മയെ തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ കാര്യം? എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതേടാ, കാര്യം അല്പം സീരിയസ് ആണ്, അമ്മ അനൂപിനെ നോക്കി പറഞ്ഞു. അനൂപ് പത്രത്തിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ അമ്മയോട് കാര്യം എന്താണെന്ന് വെച്ചാ അമ്മ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്റെ മോൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു. എന്താ അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? തോന്നലാണോ? കുറച്ചു നാളുകൊണ്ട് നിനക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് നിനക്ക് തന്നെ മനസ്സിലാകുന്നില്ലേ? വന്ന് നിന്റെ അടുത്തുപോലും വന്നിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി.
ഇപ്പൊ എന്തൊരു വൃത്തികെട്ട മണമാണ്. ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു ദിവസം നീ കുടിക്കാതെ നല്ലപോലെ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടോ? അകത്താണെങ്കിൽ സിഗരറ്റിന്റെ കുറ്റികൾ ചവിട്ടിയിട്ട് നടക്കാൻ പറ്റാതായിരിക്കുന്നു. എങ്ങോട്ടാ മോനെ നിന്റെ ഈ പോക്ക്? ഇതൊക്കെ കണ്ടിട്ട് ഈ അമ്മയ്ക്ക് സഹിക്കാൻ വയ്യ മോനെ. ആ അമ്മയുടെ കണ്ണുകൾ അറിയാതെയാണെങ്കിലും അത് പറയുമ്പോൾ നിറയുന്നുണ്ടായിരുന്നു. അമ്മ പറയുന്നത് കേട്ടപ്പോൾ ചെറിയൊരു അരിശത്തോടെ കയ്യിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പർ മടക്കി വെച്ചുകൊണ്ട് അനൂപ് അമ്മയോട് ചോദിച്ചു, എന്തിനാണ് രാവിലെ തന്നെ ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് കണ്ണ് നിറയ്ക്കുന്നത്? അതിന് മാത്രം എന്താ ഇപ്പൊ ഉണ്ടായത്? ഞാൻ മാറിയതാണോ ഇപ്പൊ പ്രശ്നം? എല്ലാവരും എല്ലാ കാലവും ഒരുപോലെ തന്നെ ഇരിക്കണമെന്നുണ്ടോ? ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ കണ്ടെന്നു വരാം. എന്റെ കാര്യം ഓർത്താണെങ്കിൽ അമ്മ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകളിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് അനൂപ് അമ്മയെ നോക്കി പറഞ്ഞു. സന്തോഷം പോലും? അകത്തുള്ള ഒഴിഞ്ഞ മദ്യക്കുപ്പികളും സിഗരറ്റ് കുറ്റികളുമാണോ നിനക്ക് സന്തോഷവും സമാധാനവും തരുന്നത്? ചിലപ്പോൾ അതൊക്കെ നിന്റെ വിഷമങ്ങളിൽ നിന്ന് താൽക്കാലികമായി സന്തോഷം തരുമായിരിക്കും. പക്ഷേ ആ സന്തോഷം നിന്റെ ജീവിതം നശിപ്പിക്കുകയാണ് മോനെ. അത് നീ ഓർത്തോ? രാവിലെ തന്നെ തന്റെ അടുത്ത് വന്ന അമ്മ ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ അനൂപിന് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കിപ്പോൾ എന്താ അറിയേണ്ടത്? എന്റെ വിഷമം എന്താണെന്നോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു വിഷമവുമില്ല. അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി ആദ്യ പിടിക്കാതെ അവിടെ എവിടെയെങ്കിലും പോയിരുന്നോ? അവൻ അമ്മയോട് പറഞ്ഞു. പക്ഷേ അതൊന്നും അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മ വീണ്ടും പറഞ്ഞു തുടങ്ങി. ഇത്രയും നാൾ ഞാൻ നിന്നോട് എന്താണ് നിന്റെ വിഷമത്തിന്റെ കാരണമെന്ന് ചോദിച്ചിട്ട് ഒരിക്കൽ പോലും നീ അത് പറയാൻ തയ്യാറായിട്ടില്ല. അത് ചിലപ്പോൾ നിനക്ക് നിന്റെ അമ്മയോട് പറയാനുള്ള മടി കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കാം. പക്ഷേ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ് ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു. ഇനി നീ അതൊന്നും എന്നോട് മറച്ചു വെക്കണ്ട. കാര്യങ്ങളെല്ലാം അമ്മ അറിഞ്ഞിരിക്കുന്നു എന്നതിന്റെ നാണക്കേടും അതോർത്തൊരു ചെറിയ ലജ്ജയും കാരണം അവൻ അമ്മയുടെ മുഖത്ത് പോലും നോക്കാതെ തല താഴ്ത്തി ആ കസേരയിൽ തന്നെ ഇരുന്നു. ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുന്ന തന്റെ മകനോട് അമ്മ വീണ്ടും പറഞ്ഞു. മോനെ, ഒരു പെൺകുട്ടി നിന്നെ ഉപേക്ഷിച്ചു പോയെന്ന് കരുതി നീ ഇങ്ങനെ ജീവിതം നശിപ്പിക്കണമെന്നുണ്ടോ? നീ അതെല്ലാം മറക്കണം. ഞാൻ നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ ഒരു ഫോട്ടോയും കുറിപ്പുമെല്ലാം ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിരുന്നു. അവർക്ക് നിന്നെ ഇഷ്ടമായെന്നും അഡ്രസ്സ് തന്ന ബ്രോക്കർ നിന്നോട് അവളെ കാണാൻ ചെല്ലാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് പോയി നോക്കണം. അത് കേട്ടപാടെ അനൂപ് കസേരയിൽ നിന്നും ചാടി എണീറ്റു. അമ്മയ്ക്ക് വേറെ പണിയില്ലേ? എന്നോട് ചോദിക്കാതെ എന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ ആരാ അമ്മയോട് പറഞ്ഞത്? എല്ലാവരും കണക്കാണ്. വെറുതെ എന്തിനാ ഓരോ വയ്യാവേലി എടുത്ത് തലയിൽ വെക്കുന്നത്? അതൊന്നും നടക്കില്ല. കല്യാണം എന്ന കാര്യം അമ്മ മറന്നേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അനൂപ് അകത്തേക്ക് കയറിപ്പോയി. അന്ന് രാവിലെ മുറിയിലേക്ക് കയറിപ്പോയ അനൂപ് പിന്നെ ഉച്ചയ്ക്കാണ് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴേക്കിറങ്ങിയ അനൂപ് അമ്മയെ കാണാതെ ഉറക്കെ വിളിച്ചു. പക്ഷേ അമ്മ വിളി കേട്ടില്ല. ഒടുവിൽ സഹികെട്ട അനൂപ് അമ്മയുടെ മുറിയിലേക്ക് കയറി നോക്കുമ്പോൾ മുറിയിൽ ബോധമില്ലാതെ നിലത്ത് വീണ് കിടക്കുകയാണ് അമ്മ. വീണ് കിടക്കുന്ന തന്റെ അമ്മയെ കണ്ട് അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. തന്റെ മടിയിലേക്ക് തല വെച്ചിരുത്തി അവൻ അമ്മയെ തട്ടി വിളിച്ചു. പക്ഷെ അമ്മ വിളി കേട്ടില്ല. മറ്റൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവൻ വേഗം അമ്മയെയും എടുത്തുകൊണ്ട് മുറ്റത്തുണ്ടായിരുന്ന കാറിൽ കയറ്റി വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ചെന്നയുടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാർ വേഗം വന്ന് സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് അമ്മയുടെ പൾസ് നോക്കി CPR കൊടുത്തു. എന്നിട്ട് വേഗം അമ്മയെ അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി. കൂടെ അനൂപും. ICUവിന്റെ പുറത്ത് കുറച്ചുനേരം നിന്ന ശേഷം പുറത്തു വന്ന ഡോക്ടറോട് അനൂപ് ചോദിച്ചു, ഡോക്ടർ എന്തു പറ്റി എന്റെ അമ്മയ്ക്ക്? ഡോക്ടർ അപ്പോൾ അനൂപിനെ ഒന്ന് നോക്കി. എന്തായിരുന്നു പേര്? അനൂപ്. അവൻ പറഞ്ഞു. അനൂപ് എന്റെ കൂടെ വരൂ, നമുക്ക് മുറിയിലേക്ക് ഇരിക്കാം. അനൂപ് അപ്പോൾ ഡോക്ടറുടെ കൂടെ മുറിയിലേക്ക് നടന്നു. അവർ ഡോക്ടറുടെ മുറിയിലെത്തി. അനൂപ് ഇരിക്കൂ. അവൻ ഡോക്ടറുടെ മുന്നിലുള്ള കസേരയിൽ ഇരുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? മനസ്സിനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും? എന്തു പറ്റി ഡോക്ടർ? ഡോക്ടറുടെ ചോദ്യം കേട്ടപ്പോൾ പേടിച്ചുകൊണ്ട് അനൂപ് ചോദിച്ചു. അനൂപ് പേടിക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ആണ് സംഭവിച്ചിരിക്കുന്നത്. അത് കേട്ട് അനൂപ് ഞെട്ടിപ്പോയി. ഡോക്ടർ, എന്റെ അമ്മ. അനൂപ് പേടിക്കാതിരിക്കൂ, അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അമ്മയ്ക്ക് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെട്ടത് കാരണം ഹൃദയപേശികൾക്ക് ചെറിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേദന കുറയ്ക്കാനും രക്തം കട്ട പിടിക്കുന്നത് തടയാനുമുള്ള മരുന്നുകൾ നൽകിയിട്ടുണ്ട്. ഓക്സിജന്റെ സപ്പോർട്ട് നൽകുന്നുണ്ട്. ഒപ്പം BPയും പൾസും നിരീക്ഷിക്കുന്നുമുണ്ട്. ആൻജിയോഗ്രാം ചെയ്യേണ്ടി വരും. 24 മണിക്കൂറെങ്കിലും ICUവിൽ കിടക്കേണ്ടി വരും. ഇതെല്ലാം കേട്ട് പേടിച്ചരണ്ടതുപോലെ നിൽക്കുന്ന അനൂപിന്റെ മുഖം കണ്ടപ്പോൾ ഡോക്ടർ വീണ്ടും പറഞ്ഞു. അനൂപ്, ഡോണ്ട് വറി, ധൈര്യമായിരിക്കൂ. ഞാൻ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞെന്നേ ഉള്ളൂ. ഡോക്ടർ കുറച്ചു സമയം അനൂപിനോട് സംസാരിച്ചതിന് ശേഷം പൊയ്ക്കോളാൻ പറഞ്ഞു. ഒരു ദിവസം അങ്ങനെ കടന്നുപോയി. അമ്മയെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും വാർഡിലേക്ക് മാറ്റി. 1-2 ദിവസം വാർഡിൽ കിടന്നതിന് ശേഷം ഡിസ്ചാർജ് ചെയ്ത അവർ വീട്ടിലേക്ക് പോന്നു. കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ അമ്മയുടെ ആരോഗ്യം പഴയതുപോലെ മെച്ചപ്പെടാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി കിടക്കാൻ നേരം മരുന്ന് എടുത്തു കൊടുക്കാൻ മുറിയിൽ വന്നതായിരുന്നു അനൂപ്. അമ്മ മരുന്ന് കഴിച്ചോ? അനൂപ് ചോദിച്ചു.
ഇല്ല മോനെ, കഴിക്കണം. നീ ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ എടുത്തു വെച്ചിരുന്നു. ഓ, ഞാൻ കഴിച്ചു. അമ്മയ്ക്ക് മരുന്നെടുത്ത് തരട്ടെ? ആ ചോദ്യത്തിന് അമ്മ അനൂപിനെ സൂക്ഷിച്ചു നോക്കുകയല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അനൂപ് വീണ്ടും അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അനൂപിന്റെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അമ്മ അനൂപിനെ ഒന്ന് നോക്കി. നിനക്കിത് നിർത്താൻ ഭാവമില്ല അല്ലേ? അമ്മ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അനൂപിന് മനസ്സിലായില്ല. അനൂപ് അമ്മയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അമ്മയോട് ചോദിച്ചു, ഏത്? നീ കുടിച്ചിട്ടുണ്ടല്ലേ? അതിനും അനൂപിന് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൻ ഒന്നും പറയാതെ ടേബിളിലുള്ള മരുന്നും വെള്ളവും എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. അനൂപിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അമ്മ വീണ്ടും പറഞ്ഞു, അതവിടെ വെച്ചോ, സമയമാകുമ്പോൾ ഞാൻ എടുത്ത് കഴിച്ചോളാം. ഒന്നും മിണ്ടാതെ അവൻ മരുന്നും വെള്ളവും അവിടെ തന്നെ വെച്ചു. എടാ, നീ ഇങ്ങനെ സ്വയം കുടിച്ചു നശിക്കുന്നത് കാണാൻ എനിക്ക് വയ്യാഞ്ഞിട്ടാടാ ഞാൻ നിന്നോട് ഇങ്ങനെ പറയുന്നത്. നീ കഴിഞ്ഞതെല്ലാം മറക്കണം. നിനക്കും വേണ്ട ഒരു ജീവിതം. ഇനി ഞാൻ എത്ര നാളെന്ന് വെച്ചാ? മരിക്കുന്നതിന് മുന്നേ നിന്റെ വിവാഹം നടന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട് എനിക്ക്. അതൊന്ന് നീ സാധിപ്പിച്ചു തരണം. അമ്മയൊന്നും മിണ്ടാതിരിക്കി. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ പോട്ടെ. കേട്ടപാടെ അനൂപ് അമ്മയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു, ആ നീ പൊയ്ക്കോ. ഇനി നീ ചിലപ്പോ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്നെ ജീവനോടെ കണ്ടോണമെന്നില്ല. അമ്മ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ അനൂപ് അമ്മയുടെ മുറിയിൽ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. മുകളിലെ തന്റെ മുറിയിലെത്തിയ അനൂപ് പോക്കറ്റിൽ നിന്ന് സിഗരറ്റിന്റെ പെട്ടിയെടുത്ത് അതിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ച് മുറിയിലുള്ള കസേരയിലിരുന്നു. അമ്മയുടെ വാക്കുകൾ അവനെ വല്ലാതെ അരിശം കൊള്ളിച്ചിട്ടുണ്ട്. അവൻ തന്റെ ചുണ്ടിലുണ്ടായിരുന്ന സിഗരറ്റ് ആഞ്ഞു വലിച്ചു. നേരത്തെ കുടിച്ചതിന്റെ ബാക്കി കുപ്പിയിലുണ്ടായിരുന്നതെടുത്ത് അവൻ അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസ്സിലൊഴിച്ച് ഒറ്റ വലിക്ക് കുടിച്ചു. കസേരയിൽ അങ്ങനെ കണ്ണടച്ച് ചാരിക്കിടക്കുമ്പോഴാണ് നമ്പർ മാറി ഒരു കോൾ അവന്റെ മൊബൈലിലേക്ക് വന്നത്. അപ്പോഴേക്കും ലഹരി അവന്റെ തലയ്ക്ക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫോൺ എടുത്ത് സംസാരിച്ച അനൂപ് ഫോൺ കട്ടാക്കുന്നതിനിടയിൽ അറിയാതെ എങ്ങനെയോ അവന്റെ കൈ ഫോണിന്റെ ഗാലറിയിൽ തട്ടിപ്പോയി. ഗാലറി ഓപ്പൺ ആയപ്പോൾ അവൻ വെറുതെ അതിലെ ഫോട്ടോസുകൾ സ്ക്രോൾ ചെയ്ത് നീക്കുന്നതിനിടയിൽ അർച്ചനയുടെ ഒരു ഫോട്ടോ കൂടി കണ്ടു. അവന്റെ ദേഷ്യം കൂടുതൽ ഇരട്ടിച്ചു. ആ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, എന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചപ്പോൾ തൃപ്തിയായില്ലേടി നിനക്ക്? എല്ലാം നീ കാരണമാണ്. ഒരു ലഹരി പോലും ഉപയോഗിക്കാത്ത ഞാനിപ്പോൾ ലഹരിക്ക് അടിമയാണ്. എല്ലാം നീ കാരണമാണ്. നീ കാരണം. നീ ആ കോടീശ്വരന്റെ കൂടെ പോയി സന്തോഷിച്ച് ജീവിക്കേ. കുറെ നേരം ഓരോന്ന് ആലോചിച്ചിരുന്ന അനൂപിന് പെട്ടെന്നാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വന്നത്. അമ്മയെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതെ നോക്കണം. ഇനി ഇതുപോലെ എന്തെങ്കിലും വലിയ വിഷമങ്ങൾ ഉണ്ടായാൽ അമ്മയുടെ ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഓർത്തപ്പോൾ അനൂപിന് ചെറിയൊരു പേടി തോന്നി. അമ്മ നേരത്തെ വളരെ വിഷമത്തോടെയാണ് സംസാരിച്ചത്. അമ്മയുടെ അവസ്ഥയെല്ലാം അറിയുന്ന ഞാൻ തന്നെ അമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു. സമാധാനത്തിൽ എന്തെങ്കിലും പറഞ്ഞു ഒഴിവായാൽ മതിയായിരുന്നു. അതോർത്തപ്പോൾ അവൻ ഇരിപ്പുറച്ചില്ല. അവൻ വേഗം അമ്മയുടെ മുറിയിലെത്തി. അപ്പോഴേക്കും സമയം ഒരുപാടായിരുന്നു. അവൻ ചാരിയിട്ട വാതിൽ പതിയെ തുറന്നു മുറിയിലേക്ക് നോക്കി. ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല, മരുന്നും കഴിച്ചിട്ടില്ല. അനൂപ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി കട്ടിലിൽ അമ്മയുടെ അടുത്തിരുന്ന് അമ്മയെ തട്ടി വിളിച്ചു, അമ്മേ, അമ്മ എഴുന്നേൽക്ക്. ശബ്ദം കേട്ട് കണ്ണു തുറന്ന അമ്മ അനൂപിനെ കണ്ടപ്പോൾ ദേഷ്യത്തോടെ തിരിഞ്ഞു കിടന്നു. അമ്മ എന്താ മരുന്ന് കഴിക്കാത്തത്? ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടന്ന അമ്മയോട് അനൂപ് വീണ്ടും ചോദിച്ചു. ചോദിച്ചത് കേട്ടില്ലേ, അമ്മ എന്താ മരുന്ന് കഴിക്കാത്തതെന്ന്? ദായി മരുന്നെടുത്ത് കഴിച്ചേ. അവൻ മരുന്നും വെള്ളവും എടുത്ത് അമ്മയുടെ അടുത്ത് കട്ടിലിൽ ഇരുന്നു. എനിക്ക് വേണ്ട. ദേ, എന്നോടുള്ള ദേഷ്യം വെറുതെ മരുന്നിനോട് തീർക്കണ്ട. അത് അമ്മയ്ക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ആയിക്കോട്ടെ, ഏറി വന്നാൽ ഞാൻ മരിച്ചു പോകും, അത്രയല്ലേ ഉള്ളൂ. അതിന് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അമ്മ പറയുന്നതൊന്ന് കേൾക്ക്, അനൂപ് പറഞ്ഞു. ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കാറില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ നിന്നെ അനുസരിക്കുന്നത്? അമ്മ അല്പം ദേഷ്യത്തിലാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് അമ്മയുടെ വാക്കുകളിൽ നിന്ന് അനൂപിന് മനസ്സിലായി. ശരി, ഇപ്പൊ അമ്മയ്ക്ക് എന്താ വേണ്ടത്? ഞാൻ ഒരു വിവാഹം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് സമ്മതം. അമ്മ കാണിച്ചു തരുന്ന ഏത് കുട്ടിയാണെങ്കിലും ഞാൻ വിവാഹം കഴിച്ചോളാം. പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ ഒരു വാക്ക് അനൂപിന്റെ വായിൽ നിന്നും കേൾക്കാൻ കാതോർത്തിരുന്നത് പോലെ അമ്മ കട്ടിലിൽ നിന്നും വേഗം എഴുന്നേറ്റു. സത്യമാണോ മോനെ നീ പറഞ്ഞത്? അതെ അമ്മേ, അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ഞാനായിട്ട് ഇനി അതിനെതിരെ നിൽക്കുന്നില്ല. അമ്മയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്റെ ഈശ്വര, എനിക്ക് സന്തോഷമായി മോനെ. മോനെ, ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല നിന്നോട് ഇങ്ങനെ പറയുന്നത്. എന്റെ കാലശേഷം നിനക്ക് ആരാണുള്ളത്? നിനക്ക് എപ്പോഴായാലും ഒരു തുണ വേണ്ടേ? അതുകൊണ്ടാ മോനെ ഞാൻ മോനോട് ഇങ്ങനെ പറയുന്നത്. എന്റെ മോൻ ഇപ്പോഴെങ്കിലും ഈ അമ്മയുടെ വാക്ക് കേട്ടല്ലോ. ഇനി അമ്മ മരുന്നൊന്ന് കുടിച്ചേ. അനൂപ് അമ്മയ്ക്ക് കൊടുക്കാനുള്ള ഗുളിക എടുത്ത് കയ്യിൽ കൊടുത്തു. മരുന്ന് കുടിച്ച ശേഷം അമ്മ അനൂപിനോട് പറഞ്ഞു, മോനെ, ഞാൻ അന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ, അന്ന് ബ്രോക്കർ പറഞ്ഞ പെൺകുട്ടി, ഇന്നലെയും ആ ബ്രോക്കർ വിളിച്ചിരുന്നു. നാളെ നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? ഞാൻ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിരുന്നു മോനെ. നല്ലൊരു പെൺകുട്ടിയാ, കാണാനും സുന്ദരിയാണ്. പിന്നെ അവളുടെ കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട് നടക്കുമ്പോൾ. മുടന്തെന്നൊന്നും പറയാൻ വയ്യ, ചെറിയൊരു വലിച്ചിലുണ്ട്. നന്നായി ശ്രദ്ധിച്ചാലേ അറിയൂ.
സാരമില്ലടാ, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ കിട്ടാനില്ല. നല്ലൊരു മോളാ, നല്ല പെരുമാറ്റവും. നമുക്കത് മതി, ചെറിയ കുറവൊന്നും നോക്കണ്ട. എനിക്കെന്തായാലും അവളെ ഇഷ്ടമായി, നിനക്കും ഇഷ്ടമാവും തീർച്ച. ഇതൊക്കെ പറയുമ്പോൾ അമ്മയുടെ മുഖത്തുള്ള സന്തോഷം അനൂപ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ കാരണം അമ്മയ്ക്കൊരു വിഷമം ഉണ്ടായിക്കൂടാ, അവൻ വിചാരിച്ചു. ശരി അമ്മേ, നാളെ നമുക്ക് പോകാം. ഇനി അമ്മ കിടന്നുറങ്ങിക്കോളൂ. ശരി മോനെ. അനൂപ് മുറിയിൽ നിന്നും ഇറങ്ങി. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നടന്നത്. പെണ്ണ് കാണലും നിശ്ചയവും കല്യാണവുമെല്ലാം. അനൂപിന് ഒട്ടും താല്പര്യമില്ലാതെ അമ്മയുടെ ഇഷ്ടത്തിന് നടക്കുന്ന വിവാഹമായതുകൊണ്ട് തന്നെ അവളുടെ കാലിന്റെ മുടന്തൊന്നും അവൻ കാര്യമാക്കിയതുമില്ല. ഒരു തനി നാട്ടിൻപുറത്തുകാരിയായ പാവം പെൺകുട്ടിയാണ് രേവതി. വായിൽ വിരലിട്ടാൽ പോലും കടിക്കാൻ അറിയാത്ത ഒരു പാവം. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രിയിൽ റൂമിലേക്ക് രേവതി കയറി വന്നെങ്കിലും അനൂപ് അവളോട് വലിയ സ്നേഹപ്രകടനങ്ങളൊന്നും കാണിച്ചില്ല. കിടന്നോളൂ എന്ന് മാത്രം പറഞ്ഞ് അനൂപ് കട്ടിലിന്റെ ഒരു സൈഡിൽ കയറി കിടന്നു. അല്പനേരം അവനെ ഒന്ന് നോക്കി നിന്നെങ്കിലും രേവതിയും പിന്നെ പതുക്കെ കിടന്നു. ഒരു മുറിയിൽ ഒരു കട്ടിലിലാണ് അവർ കിടന്നതെങ്കിലും രണ്ടുപേരും തമ്മിൽ വലിയൊരകലമുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ വിവാഹമായതുകൊണ്ടും പരസ്പരം അറിഞ്ഞു തുടങ്ങാൻ സമയമെടുക്കുമെന്ന് കരുതിയും രേവതി അവന്റെ താല്പര്യമില്ലായ്മ വലിയ കാര്യമാക്കിയില്ല. പിറ്റേന്ന് മുതൽ അവൾ അനൂപിന്റെ അമ്മയുമായി നല്ല കൂട്ടായി. നടക്കുമ്പോഴുള്ള ആ ഒരു ചെറിയ വലിച്ചിലൊഴിച്ചു നിർത്തിയാൽ ആ നാട്ടിലേക്ക് വെച്ച് മറ്റൊരു പയ്യന്മാർക്കും കിട്ടാത്തത്ര സുന്ദരി പെൺകുട്ടിയായിരുന്നു അവൾ. പക്ഷേ അനൂപിന്റെ ശ്രദ്ധ ഒരിക്കൽ പോലും അവളിലേക്ക് എത്തിയില്ല. അമ്മയുടെ ആഗ്രഹം നടന്നു. അമ്മ ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്, അത് മാത്രമേ അവൻ കരുതിയുള്ളൂ. അവൻ ആളിത്തിരി ചൂടനാ, മോള് കാര്യമാക്കണ്ട, കുറച്ചു ദിവസം കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളും. പെട്ടെന്ന് ഞാൻ നിർബന്ധിച്ച് നടത്തിയ കല്യാണമായതുകൊണ്ടാ അവന് മോളോട് അടുക്കാൻ ഒരിത്തിരി മടി. വലിയ സ്നേഹമുള്ളവനാ, പുറത്തു കാണിക്കാൻ അറിയില്ല. മോളെ വലിയ ഇഷ്ടമാ. അനൂപിന്റെ അമ്മ അവളെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോയെങ്കിലും അനൂപിന് ഒരിക്കൽ പോലും രേവതിയുമായി അടുക്കാൻ മനസ്സ് വന്നില്ല. കഴിഞ്ഞ കാലത്തെ ആ ഓർമ്മകൾ അവന്റെ മനസ്സിനെ അപ്പോഴും വേട്ടയാടിക്കൊണ്ടിരുന്നു. പലപ്പോഴും അത് അനൂപിനും രേവതിക്കും ഇടയിൽ വലിയൊരു അതിർവരമ്പ് സൃഷ്ടിച്ചു. ആദ്യ നാളുകളിലൊക്കെ രേവതി കരുതിയത് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞതുകൊണ്ടുള്ള മടി കാരണമാണ് തന്നോട് സംസാരിക്കാനും അടുത്തിടപഴകാനും അധികമൊന്നും നിൽക്കാത്തതെന്നാണ്. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കെ രേവതിയോടുള്ള അനൂപിന്റെ സമീപനം അവൾ ശ്രദ്ധിച്ചു തുടങ്ങി. അവൾക്കൊരു കാര്യം മനസ്സിലായി. പലപ്പോഴും പല സമയത്തായി ഏട്ടൻ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ആദ്യമൊക്കെ അവളുടെ സംശയമാണെന്നാണ് കരുതിയത്. ദിവസങ്ങൾ കഴിയും തോറും അത് സംശയമല്ല, യാഥാർത്ഥ്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അനൂപിന്റെ ആ അകൽച്ച അവളുടെ മനസ്സിന്റെ സന്തോഷത്തെയും പതിയെ ബാധിക്കാൻ തുടങ്ങി. ഞാനിനി കാലിന് വയ്യാത്ത കുട്ടിയായതുകൊണ്ടാണോ? അവൾക്ക് മനസ്സിലേറെ സങ്കടം തോന്നി. പക്ഷേ അവൾ അത് ആരോടും പറഞ്ഞില്ല. എങ്കിലും അനൂപിനോട് അവൾക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി അനൂപ് ജോലി കഴിഞ്ഞു വന്നപ്പോൾ താഴെ ഡൈനിങ് ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രേവതി. ബൈക്ക് നിർത്തി അനൂപ് വീട്ടിലേക്ക് കയറി വന്നപ്പോഴാണ് രേവതി ശ്രദ്ധിച്ചത്. തന്നെ ഒന്ന് നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്ന അനൂപിനോടപ്പോൾ രേവതി ചോദിച്ചു, ഏട്ടാ ഭക്ഷണം കഴിക്കണ്ടേ? വേണ്ട, ഞാൻ കഴിച്ചു, അവൻ പറഞ്ഞു. എവിടുന്നാ? അവൾ ചോദിച്ചു. ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് അവൻ മുറിയിലേക്ക് നടന്നു. ഞാൻ ഏട്ടനെ കാത്തിരിക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കാൻ. പിന്നാലെ വന്ന രേവതി വീണ്ടും അനൂപിനോട് പറഞ്ഞു. അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഏട്ടൻ എന്താ ഒന്നും പറയാത്തത്? അനൂപിന്റെ അടുത്തേക്ക് വന്ന രേവതി വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് അവൾക്കൊരു സ്മെല്ല് അനുഭവപ്പെട്ടത്. അവൾ പെട്ടെന്ന് മൂക്ക് പൊത്തിക്കൊണ്ട് ചോദിച്ചു, ഇതെന്താ ഒരു വൃത്തികെട്ട മണം? അവൾ വീണ്ടും മണത്തു നോക്കി. അതെ, അത് മദ്യത്തിന്റെ മണം തന്നെ, അവൾ മനസ്സിൽ പറഞ്ഞു. ഏട്ടൻ കുടിച്ചിട്ടുണ്ടോ? ആ, കൂട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കുടിച്ചു. എന്തേ, ഏട്ടൻ കുടിക്കാറുണ്ടായിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ കുടിക്കും. ഇപ്പോ എനിക്ക് തോന്നി ഞാൻ കുടിച്ചു. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോഴേക്കും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വീഴാൻ തുടങ്ങിയിരുന്നു. അവൾ കരഞ്ഞുകൊണ്ടപ്പോൾ അനൂപിനോട് പറഞ്ഞു, ഏട്ടാ ദൈവത്തെ ഓർത്ത് ഇനി ഏട്ടൻ കുടിക്കരുത്. എനിക്കത് തീരെ ഇഷ്ടമില്ല. ഇതുകൊണ്ടുള്ള വിഷമം ഒരുപാട് അനുഭവിച്ച ആളാണ് ഞാനും എൻ്റെ അമ്മയും. എൻ്റെ അച്ഛൻ നല്ലപോലെ കുടിക്കുമായിരുന്നു. കുടിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഒരുപാട് വഴക്ക് പറയും, പിന്നെ തല്ലും. അച്ഛൻ്റെ അടിയും തൊഴിയും കിട്ടി ഞങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇപ്പോൾ അസുഖം വന്ന് കിടക്കാനുണ്ടായ കാരണവും അച്ഛൻ്റെ ഈ കുടി തന്നെയായിരുന്നു. കുടിക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരാറ്. അതുപോലെ എൻ്റെ ഏട്ടൻ നശിച്ചു പോകുന്നത് കാണാൻ എനിക്ക് കഴിയില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. തന്റെ പിന്നാലെ നടന്നുകൊണ്ട് കരഞ്ഞും തൊഴുതും അവളുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന രേവതിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവന് വല്ലാതെ ദേഷ്യം വന്നു. ഓ, ഇത് വല്ലാത്തൊരു ശല്യമായല്ലോ. മനുഷ്യൻ ഇത്തിരി സമാധാനം കിട്ടുന്നത് ഇതിൽ നിന്നാണ്. അതിനും സമ്മതിക്കില്ലെന്ന് വെച്ചാ അവൻ മനസ്സിൽ വിചാരിച്ചു. വീണ്ടും രേവതി കരഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവന്റെ പിന്നാലെ നടന്നുകൊണ്ടേയിരുന്നു. അവസാനം അനൂപിന്റെ നിയന്ത്രണം വിട്ടു. അവൻ പൊട്ടിത്തെറിച്ചു.
ഒന്ന് നിർത്തുന്നുണ്ടോ നീ? കുറെ നേരമായി തുടങ്ങിയിട്ട്. ഞാൻ ചിലപ്പോൾ കുടിക്കും. എന്റെ ഉള്ളിലെ വിഷമം തീരുന്നത് വരെ ഞാൻ കുടിക്കും. നിനക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പൊയ്ക്കോ. അത് പറഞ്ഞുകൊണ്ട് അവൻ വന്ന പാടെ ഡ്രസ്സ് പോലും മാറ്റാതെ കട്ടിലിലേക്ക് വീണു. അന്ന് ഒരുപാട് കരഞ്ഞാണ് രേവതി ഉറങ്ങിയത്. പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ് അനൂപ് ബാത്റൂമിൽ കയറി ഫ്രഷായി തിരിച്ചിറങ്ങുമ്പോഴാണ് രേവതി ഉറക്കമുണർന്നത്. തിരക്കിട്ടുകൊണ്ട് അലമാരയിൽ നിന്നും ഡ്രസ്സ് എടുത്തിടാൻ ഒരുങ്ങുന്ന അനൂപിനെ കണ്ടപ്പോൾ കാര്യമറിയാതെ രേവതി ചോദിച്ചു, എന്തു പറ്റി അനൂപേട്ടാ? എങ്ങോട്ടാ ഇത്ര രാവിലെ തന്നെ? ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് ബാംഗ്ലൂർ വരെ പോകണം. ആണോ? ഏട്ടൻ എന്തേ ഇത് നേരത്തെ പറയാഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേറ്റ് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുമായിരുന്നല്ലോ. അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അവൾ മുടി മാടി കുത്തിക്കൊണ്ട് വീണ്ടും അനൂപിനോട് ചോദിച്ചു, ഏട്ടന് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരട്ടെ? വേണ്ട, ട്രെയിൻ ലേറ്റ് ആവും. ഇത്ര നേരത്തെ പോണോ? ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി തരാം. വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അനൂപിന്റെ ആ ഒഴുക്കൻ മട്ടിലുള്ള മറുപടികളൊക്കെ രേവതിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു ജോലിക്ക് പോവുകയല്ലേ എന്നോർത്ത് അവൾ വിഷമങ്ങളൊന്നും പറയാതെയും പുറത്തു കാട്ടാതെയും അവന്റെ അടുത്ത് തന്നെ നിന്നു. ധൃതിപ്പെട്ടുകൊണ്ട് ഒരുങ്ങി മുറിയിൽ നിന്നും പുറത്തേക്ക് നടക്കുന്ന അനൂപിനോട് രേവതി അപ്പോൾ ചോദിച്ചു, ഏട്ടൻ തിരിച്ചെപ്പോഴാ എത്തുക? വരാൻ ലേറ്റ് ആവില്ലേ? ഞാൻ ലേറ്റ് ആവും. ചിലപ്പോൾ ഇന്ന് വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നീ അമ്മയോടൊന്ന് പറഞ്ഞേക്ക്. ആ, പറയാം. അനൂപ് വീട്ടിൽ നിന്നും ഇറങ്ങി കാറിന്റെ ഡോർ തുറക്കാൻ പോകുമ്പോൾ രേവതി വീണ്ടും ചോദിച്ചു, ഏട്ടാ വരില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയണേ. അതിന് മറുപടി ഒന്നും പറയാതെ അവൻ കാറിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ബാംഗ്ലൂരിൽ വന്ന കാര്യം മുഴുവനായി തീർക്കാൻ സാധിക്കാത്തതിനാൽ പിറ്റേ ദിവസം കൂടി മാനേജർ വിളിച്ചു പറഞ്ഞത് പ്രകാരം അവിടെ നിൽക്കാൻ അവൻ നിർബന്ധിതനായി. താമസിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം കമ്പനി ചെയ്തതിനാൽ അവൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ഒരു ഓട്ടോ വിളിച്ച് തനിക്ക് പോകേണ്ട ഹോട്ടലിന്റെ പേര് അവൻ ഓട്ടോക്കാരനോട് പറഞ്ഞു. അയാൾ അനൂപിനെ അവിടെ കൊണ്ടുചെന്നാക്കി. അവിടുത്തെ വലിയൊരു ഹോട്ടലിന് മുന്നിലാണ് വണ്ടി ചെന്ന് നിന്നത്. അപ്പോഴേക്കും സമയം 7 മണി കഴിഞ്ഞിരുന്നു. ഓട്ടോക്കാരനെ പണം കൊടുത്ത് പറഞ്ഞയച്ച് അവൻ അകത്തേക്ക് കയറി. റിസപ്ഷനിലെത്തി തന്റെ പേരും അഡ്രസ്സും പറഞ്ഞു കൊടുത്തപ്പോൾ റിസപ്ഷനിലുള്ള ആൾ അടുത്തുണ്ടായിരുന്ന റൂം ബോയ്ക്ക് ചാവി കൊടുത്ത് അനൂപിന്റെ കൂടെ പറഞ്ഞയച്ചു. ഒന്നും മിണ്ടാതെ അയാളുടെ കൂടെ തന്റെ റൂമിലേക്ക് അനൂപ് നടന്നു. അന്ന് അനൂപിന് താമസിക്കാനുള്ള മുറി എത്തിയപ്പോൾ അയാൾ അനൂപിനോട് പറഞ്ഞു, സാർ, ഇതാണ് സാറിന്റെ മുറി. മലയാളിയാണല്ലേ? അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് അനൂപ് ചോദിച്ചു. അതെ, മലയാളിയാണ്. റൂമിന്റെ ഡോർ തുറക്കുന്നതിനിടയിൽ അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഈ ഹോട്ടലിലെ ഒരുവിധം ജോലിക്കാരെല്ലാം മലയാളികളാണ്. അനൂപ് ഒന്ന് ചിരിച്ചു. പിന്നെ സാറിന് കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. ഭക്ഷണം ഇവിടെ എത്തും. ദായി ബുക്കിലുണ്ട് ഇവിടെ കിട്ടുന്ന ഫുഡും ഓർഡർ ചെയ്യേണ്ട നമ്പറും. എന്നാ ശരി, സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അത് പറഞ്ഞ് റൂം ബോയ് പുറത്തേക്ക് പോകുമ്പോഴാണ് അനൂപ് വിളിച്ചത്. ഒരു മിനിറ്റ്, ഇവിടെ അടുത്തെവിടെയെങ്കിലും ബാറുണ്ടോ? ഇവിടെ തന്നെ ഉണ്ടല്ലോ സാർ. റിസപ്ഷന്റെ അടുത്തുകൂടി നേരെ പോയാൽ മതി. അപ്പോഴാണ് പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടത്. ആരോ വഴക്കുണ്ടാക്കുന്ന ശബ്ദമാണല്ലോ. അവിടെ ചെവി ഓർത്തുകൊണ്ട് അനൂപ് ചോദിച്ചു, എന്താ അവിടെ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് അനൂപ് പുറത്തേക്കിറങ്ങി നോക്കി. റൂം ബോയും അപ്പോൾ അവന്റെ കൂടെ പുറത്തേക്ക് വന്ന് ആരാണെന്ന് നോക്കി. ശേഷം അയാൾ പറഞ്ഞു, ഓ, അതിവിടുത്തെ വലിയൊരു കോടീശ്വരന്റെ മോനാ സാറേ. ഇവിടെ സ്ഥിരമാണ്. വീട്ടിലാകുമ്പോൾ ഇവന്റെ തോന്നിവാസങ്ങളൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് ഇവിടേക്ക് വരുന്നതാണ്. ഇഷ്ടം പോലെ പണമുണ്ടല്ലോ, അതെങ്ങനെ തീർക്കുമെന്ന് വിചാരിച്ച് നടക്കുകയാണ്. താഴെ വഴക്കുണ്ടാക്കുന്ന ചെറുപ്പക്കാരനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അയാൾ അനൂപിനോട് പറഞ്ഞു, അവൻ വഴക്കിടുന്ന ആളില്ലേ? അവനെ ഒരു ബ്രോക്കർ എന്ന് വേണമെങ്കിൽ പറയാം. അവനും ഇവിടെ സ്ഥിരമാണ്. താമസിക്കാനല്ല കേട്ടോ, ഇവിടെ വരുന്ന ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കാൻ. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ. അയാൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാതെ അനൂപ് അയാളോട് ചോദിച്ചു. അവന്റെ അടുത്തില്ലാത്ത പെൺകുട്ടികളില്ല സാർ. ഒന്ന് വിളിച്ചാ മതി. 1, 2, 10 പെൺകുട്ടികളെ വേണമെങ്കിൽ അവൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. പൈസ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് ആ പെൺകുട്ടി അവരോട് കൂടെ ആയിരിക്കും. പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. സ്വന്തം ഭാര്യയെ വരെ ഇവന്റെ അടുത്ത് കൊണ്ടുവന്ന് കാഴ്ച വെച്ചിട്ടുണ്ട് പലപ്പോഴും. അതെല്ലാം കേട്ട് അന്തം വിട്ടു നിൽക്കുന്ന അനൂപ് അപ്പോൾ അയാളോട് വീണ്ടും ചോദിച്ചു, ഇതൊക്കെ പരാതി കൊടുത്തുകൂടെ? സാർ എന്തായി പറയുന്നത്? ആർക്ക് പരാതി കൊടുക്കാൻ? ഇവന്റെ പിന്നിലൊക്കെ വലിയ ഗ്യാങ് തന്നെയുണ്ട്. അതുകൊണ്ട് അവനെ ഒന്നും തൊടാൻ പോലും ആർക്കും കഴിയില്ല. ഇവൻ കാരണം ഒരുപാട് പെൺകുട്ടികൾ നശിച്ചു പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് മലയാളി കുട്ടികൾ. നമ്മൾ എന്തായാലും അതൊന്നും നോക്കണ്ട. സാർ എന്തായാലും മുറിയടച്ച് കിടന്നോളൂ. ഞാൻ പോട്ടെ. 1 മിനിറ്റ് പോവല്ലേ? അനൂപ് പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് അതിൽ നിന്നും ഒരു 200 രൂപ എടുത്ത് അയാൾക്ക് കൊടുത്തു. അയാൾ വാങ്ങാൻ കൂട്ടാക്കിയില്ലെങ്കിലും അനൂപ് നിർബന്ധിച്ച് അയാളെ കൊണ്ടത് വാങ്ങിപ്പിച്ചു. അയാൾ അവിടെ നിന്നും പോയി. അല്പസമയത്തിനു ശേഷം മുറിയിൽ നിന്നും ഇറങ്ങിയ അനൂപ് ബാറിൽ നിന്നും അല്പം അടിച്ച ശേഷം വീണ്ടും മുറിയിൽ വന്നിരുന്നു. റിസപ്ഷനിൽ വിളിച്ച് ഭക്ഷണവും ഓർഡർ ചെയ്ത് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് കസേരയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്.
നോക്കുമ്പോൾ രേവതിയാണ്. ഷേ, ഇവളിതെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എന്തായാലും ഫോൺ എടുക്കാം. അവൻ ഫോൺ എടുത്തു. ഹലോ ഏട്ടാ, എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ കുറെ നേരമായല്ലോ വിളിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, അവൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ? ഓ, കഴിച്ചു. ഞാൻ ഇത്തിരി തിരക്കിലാ, കുറച്ച് ജോലിയുണ്ട് ചെയ്തു തീർക്കാൻ. ഞാൻ പിന്നെ വിളിക്കാം. രേവതിയുടെ മറ്റു ചോദ്യങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ അനൂപ് ഫോൺ കട്ട് ചെയ്തു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് പുറത്തുനിന്ന് വീണ്ടും ശബ്ദം കേട്ടത്. താഴെ അവർ തമ്മിൽ എന്തൊക്കെയോ വഴക്ക് പറയുകയാണ്. കൂടെ ഏതോ ഒരു പെൺകുട്ടിയുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്. അവൻ അവിടേക്ക് വീണ്ടും ചെവിയോർത്തു. ഇവരെ കൊണ്ട് വലിയ ശല്യമായല്ലോ എന്ന് പറഞ്ഞ് അവൻ വാതിൽ തുറന്നു പുറത്തേക്ക് നോക്കി. നേരത്തെ കണ്ട പാർട്ടി തന്നെയാണ്. ഒരു പെൺകുട്ടി അവിടെ നിന്ന് മുഖം പൊത്തി കരയുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ ആ പെൺകുട്ടിയുടെ മുഖത്തൊന്നു കൊടുത്തിരുന്നു. അടികൊണ്ട് അവൾ അനൂപിന്റെ മുന്നിലേക്കാണ് വീണത്. ഏയ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അനൂപ് അയാളുടെ മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ട് വീണ് കിടക്കുന്ന പെൺകുട്ടിയെ എഴുന്നേൽപ്പിക്കാൻ കൈപിടിച്ചപ്പോഴാണ് അനൂപിന്റെ മുഖത്തേക്ക് ആ പെൺകുട്ടി നോക്കിയത്. പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവർ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിപ്പോയി. അനൂപിനെ കണ്ട അർച്ചനയുടെ മുഖം ഞെട്ടി വിളറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അയാൾ അവളെ ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അനൂപിനോട് പറഞ്ഞു, ഇതെന്റെ ഭാര്യയാണ്, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അയാൾ അവളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അപ്പോഴും അവൾ അനൂപിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് റൂം ബോയ് അവിടേക്ക് വന്നത്. അയാൾ അവരെ നോക്കിക്കൊണ്ട് അനൂപിനോട് പറഞ്ഞു, സാർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അകത്തേക്ക് വെക്കട്ടെ? അനൂപ് ഒന്നും പറഞ്ഞില്ല. സാർ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ ഡോറിനടുത്ത് എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്ന അനൂപിനോട് വീണ്ടും റൂം ബോയ് ചോദിച്ചു. അപ്പോഴാണ് അനൂപ് റൂം ബോയിയെ ശ്രദ്ധിച്ചത്. കയ്യിൽ ഭക്ഷണവുമായി നിൽക്കുന്ന റൂം ബോയോട് അനൂപ് പറഞ്ഞു, ആ ഓക്കെ, അകത്തേക്ക് വെച്ചോളൂ. സാർ, ഞാൻ ഫുഡ് സെർവ് ചെയ്ത് തരണോ? മുറിയിലുള്ള ചെറിയ മേശയിൽ ഭക്ഷണം എടുത്തു വെക്കുന്നതിനിടയിൽ റൂം ബോയ് അനൂപിനോട് ചോദിച്ചു. അതൊന്നും കേൾക്കാതെ അനൂപ് അപ്പോഴും മറ്റെന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു. റൂം ബോയ് അനൂപിന്റെ അടുത്ത് വന്ന് അനൂപിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് വീണ്ടും അനൂപിനെ വിളിച്ചു. സാർ. ഒരു ഞെട്ടലോടെ അനൂപ് വീണ്ടും വിളി കേട്ടു. ആ, എന്താ ചോദിച്ചത്? ഞാൻ ഫുഡ് സെർവ് ചെയ്ത് തരണോ സാർ? വേണ്ട, ഞാൻ എടുത്തു കഴിച്ചോളാം. അത് കേട്ടപ്പോൾ റൂം ബോയ് ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാൻ ഒരുങ്ങുമ്പോഴേക്കും അനൂപ് വീണ്ടും ചോദിച്ചു, ആ പോയ പെൺകുട്ടിയില്ലേ, അതേതാ ആ കുട്ടി? ഏത് കുട്ടി സാർ? അനൂപിന്റെ ചോദ്യം മനസ്സിലാകാതെ റൂം ബോയ് അനൂപിനെ നോക്കി. സാർ ആരെയാണ് ചോദിച്ചത്? ദാ ഇപ്പോ അവൻ ഇതിലെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയില്ലേ, ആ പെൺകുട്ടി. റൂം ബോയ് അനൂപിനെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ സാർ, സാറിന് ഈ വിഷയത്തിൽ താല്പര്യമുണ്ടോ? അയ്യേ, അതല്ല, ഞാൻ ചോദിച്ചതാണ്. ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോൾ അയാൾ അവളെ അടിക്കുന്നതാണ് കണ്ടത്. ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ ഭാര്യയാണെന്ന്. അതെ സാറേ, അതവന്റെ ഭാര്യ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കൊക്കെ ആ പെൺകുട്ടി ഇവിടെ വരാറുണ്ട്. ഇപ്പൊ കുറച്ചു കാലം എങ്ങാണ്ടായിട്ടേ ഉള്ളൂ അവൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചിട്ട്. പിന്നെ ഇവർക്കൊന്നും ഇങ്ങനെയുള്ള ബന്ധങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ലല്ലോ. പൈസയാണല്ലോ മെയിൻ. ഈ കുറഞ്ഞ കാലം കൊണ്ട് അതിനെ വെച്ചവൻ നല്ലപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു മലയാളി പെൺകുട്ടിയാണ്. എങ്ങനെയോ ഇവന്റെ അടുത്ത് എത്തിപ്പെട്ടതാവും. എന്തായാലും അതിന്റെ വിധി. പറയാൻ തുടങ്ങിയാൽ ഇന്ന് പുലരുവോളം അവരെ പറ്റി പറയാനുണ്ട്. സാർ അതിന്റെ പിന്നാലെ ഒന്നും പോകാൻ നിൽക്കണ്ട കേട്ടോ, റൂം ബോയ് പറഞ്ഞു. അതുകേട്ട് അനൂപ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു 200 രൂപ കൂടെ എടുത്ത് റൂം ബോയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അയാൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. പക്ഷേ നിലത്ത് വീണ് ദയനീയമായി തന്റെ മുഖത്തേക്ക് നോക്കി കരയുന്ന അർച്ചനയുടെ മുഖം അവന്റെ മനസ്സിൽ നിന്നും വിട്ടുപോയില്ല. പോക്കറ്റിലുണ്ടായിരുന്ന സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് കത്തിച്ചുകൊണ്ട് അവൻ ആലോചിച്ചു. പണത്തിനോടുള്ള കൊതിയാണ് അവളെ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചത്. എന്തായാലും ഇതല്പം കൂടിപ്പോയി. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇനിയും അതോർത്ത് കുടിച്ചും വലിച്ചും ജീവിതം നശിപ്പിക്കുന്ന ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. അപ്പോഴാണ് അവന്റെ മനസ്സിൽ അതുവരെ ഇല്ലാത്തതുപോലെ രേവതിയുടെ മുഖം തെളിഞ്ഞത്. താല്പര്യമില്ലാതെയാണെങ്കിലും ഞാൻ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി എന്റെ വീട്ടിലുണ്ട്. വിവാഹം കഴിഞ്ഞ നാളിതുവരെ ആയിട്ടും അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ സ്നേഹത്തോടെ ഒരു വാക്ക് പറയാനോ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എല്ലാ പെൺകുട്ടികളും അർച്ചനയെ പോലെയാണെന്ന് ഞാൻ കരുതി. ഒന്നും അറിയാത്ത അവളെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, ദേഷ്യപ്പെട്ടു. പലപ്പോഴും എന്നിൽ നിന്നും അകറ്റി നിർത്തി. ഫോൺ വിളിച്ചാൽ പോലും അവളോട് ഞാൻ ദേഷ്യപ്പെടുകയല്ലാതെ നല്ലപോലെ ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല. പാവം, അവൾക്കുമുണ്ടാവില്ലേ അവളുടേതായ ആഗ്രഹങ്ങൾ. എന്നെ വിവാഹം കഴിച്ചു പോയതുകൊണ്ട് അതെല്ലാം മനസ്സിലൊതുക്കി അങ്ങനെ ഒതുങ്ങി ജീവിക്കുകയാണ് അവൾ. അവന്റെ ചിന്തകൾ അങ്ങനെ നീണ്ടു. അതിനിടയ്ക്ക് എപ്പോഴോ അവൻ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് അനൂപ് എഴുന്നേറ്റത്. അവൻ ഫോൺ എടുത്തു നോക്കി. അപ്പോഴേക്കും സമയം 8 മണി കഴിഞ്ഞിരുന്നു. സമയം വൈകിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ ഫ്രഷായി റൂം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്നും ജോലി സ്ഥലത്തേക്ക് ഇറങ്ങി. അന്ന് രാത്രി അനൂപ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നല്ല മഴയുള്ള രാത്രിയായിരുന്നു.
അപ്പോൾ അവിടെ സിറ്റൗട്ടിൽ തന്നെയും കാത്തിരിക്കുന്ന രേവതിയെയാണ് അവൻ കണ്ടത്. വണ്ടി നിർത്തി കാറിൽ നിന്നിറങ്ങിയ പാടെ രേവതി ഓടി വന്ന് അനൂപിനോട് പറഞ്ഞു, ഉറങ്ങിപ്പോയാൽ ഏട്ടൻ വന്ന് വിളിച്ചാൽ അറിയില്ലെന്ന് കരുതിയിരുന്നതാണ്. ആ ബാഗ് ഇങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞ് രേവതി അനൂപിന്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുമ്പോൾ അനൂപ് പിന്നിൽ നിന്നും വിളിച്ചു, രേവതി. ആ വിളി കേട്ട് അവൾ അത്ഭുതപ്പെട്ടു. തന്നെ ഇതുവരെ അനൂപേട്ടനൊന്ന് പേരുപോലും വിളിച്ചിട്ടില്ല. അവൾ ആശ്ചര്യത്തോടെ തിരിഞ്ഞു നോക്കി. ഒരു പുഞ്ചിരിയോടെ തന്റെ മുന്നിൽ നിൽക്കുന്ന അനൂപിനെ കണ്ടപ്പോൾ അവൾ വീണ്ടും അത്ഭുതപ്പെട്ടു. ഇതെന്തു പറ്റി? പതിവില്ലാത്ത മാറ്റങ്ങളൊക്കെ അനൂപേട്ടനിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നല്ലോ. അവൾ അത്ഭുതത്തോടെ അനൂപിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്താടോ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? എന്നെ ഇതുവരെ കാണാത്ത പോലെ. അത് കണ്ടപ്പോൾ അനൂപ് ചോദിച്ചു. ഒന്നുമില്ല. അവൾ ചിരിച്ചു. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഏട്ടൻ വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. എന്നാ വാ, ഞാൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് രേവതിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അകത്തേക്ക് കയറി. നടക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് രേവതി അനൂപിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് അനൂപ് ഒന്ന് ചിരിച്ചു. എന്താടോ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? നിനക്ക് എന്തു പറ്റി? അത് ഞാൻ മുടന്തി ആയതുകൊണ്ട് ഏട്ടൻ ഇഷ്ടമില്ലാതെയാണല്ലേ എന്നെ വിവാഹം കഴിച്ചത്. അവൾ ഡൈനിങ് ഹാളിലെ സോഫയിൽ ബാഗ് വെച്ചുകൊണ്ട് അനൂപിനോട് ചോദിച്ചു. അവൾ അത് ചോദിച്ചതും അനൂപ് ഒന്ന് വല്ലാതെയായി. അങ്ങനെയൊന്നുമില്ല. ആര് പറഞ്ഞു നിന്നോടിത്? അനൂപ് ചോദിച്ചു. എനിക്ക് തോന്നി, മുടന്തിയല്ലേ ഞാൻ. അത് പറയുമ്പോൾ അവളിൽ വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. അനൂപ് ഒരു നിമിഷം അവളെ സൂക്ഷിച്ചു നോക്കി. അങ്ങനെയൊന്നുമില്ലാട്ടോ, ശരിക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടാ. മുടന്തിയാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും നിനക്കില്ലാലോ. അവനൊന്ന് ചിരിച്ചു. അവന്റെ സംസാരം കേട്ടപ്പോൾ രേവതിയും ഒന്ന് ചിരിച്ചു. അനൂപിന്റെ പെരുമാറ്റത്തിൽ അവൾക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. അനൂപേട്ടൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ വല്ലതും പറ്റിയിരുന്നോ? എന്തു പറ്റാൻ? അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നാ ഞാനൊന്ന് ഫ്രഷായി വരാം. അമ്മ നോൺ വെജ് കഴിക്കില്ല. നീ ഭക്ഷണം എടുത്തു വെച്ചോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പിന്നെ വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം മുകളിലേക്ക് പോയി. അനൂപ് കയറിപ്പോകുന്നത് നോക്കിക്കൊണ്ട് അവൾ നിന്നു. എന്തു പറ്റി ഏട്ടന്? ഇന്നലെ ഇവിടെ നിന്നും പോകുന്നത് വരെ എന്റെ മുഖത്ത് നോക്കി ചിരിക്കാനും ഒന്ന് സംസാരിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെ മടി കാണിച്ചിരുന്ന ആളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്തു പറ്റിയാവോ ഏട്ടന് ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം? അവൾ ചിന്തിച്ചു. അന്ന് അവർ രണ്ടുപേരും ആദ്യമായി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. തിരിച്ചു മുകളിലെ മുറിയിലെത്തിയ അനൂപ് പോക്കറ്റിലുണ്ടായിരുന്ന സിഗരറ്റ് എടുത്ത് ബാൽക്കണിയിൽ എത്തിയതായിരുന്നു. സാധാരണ എന്നും ഭക്ഷണശേഷം ബാൽക്കണിയിലെ കാറ്റ് കൊണ്ടിരുന്ന് ഒരു സിഗരറ്റ് വലിക്കുന്നത് പതിവുള്ളതാണ്. പക്ഷേ അന്നെന്തോ അവൻ അത് വേണ്ട എന്നൊരു തോന്നൽ. മതി, ഇനി ഇതൊന്നും വേണ്ട. കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് പൊട്ടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് അവൻ അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തത്. ഒരു പരിചയമില്ലാത്ത ഒരു നമ്പർ. അവൻ ഫോൺ എടുത്തു. ഹലോ. അപ്പുറത്തു നിന്ന് ശബ്ദമൊന്നും കേട്ടില്ല. അവൻ വീണ്ടും ചോദിച്ചു. ഹലോ, കേൾക്കുന്നില്ലേ? ആരാണ്? ഞാൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ അർച്ചനയാണ്. അത് കേട്ടപ്പോൾ അവൻ ഒന്ന് ഷോക്കായെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ ചോദിച്ചു. നീയോ? ഈ നമ്പർ എവിടുന്ന് കിട്ടി? ഇതെന്റെ പുതിയ നമ്പർ ആണല്ലോ. ഇത് ഞാൻ അഭിരാമിയെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ ഒപ്പിച്ചു തന്നതാണ്. എന്താണ് ഈ വിളിയുടെ ഉദ്ദേശം? അർച്ചന മറുപടി ഒന്നും പറഞ്ഞില്ല. ചോദിച്ചത് കേട്ടില്ലേ എന്തിനാ വിളിച്ചതെന്ന്? അവൻ വീണ്ടും ചോദിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് പറയുമ്പോൾ അവൾ കരയുന്നുണ്ടായിരുന്നു. എന്താ കാര്യം? അവൻ ചോദിച്ചു. അവൾ പറഞ്ഞു തുടങ്ങി. ഞാൻ അനൂപിനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. എന്നെ വിവാഹം കഴിക്കാൻ അനൂപ് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അന്ന് ഞാൻ ഒരു പണക്കാരനെ കണ്ടപ്പോ നിന്റെ സ്നേഹം ഒരു തമാശയാക്കി എടുത്തു. എന്റെ പപ്പയെ പോലും എതിർത്ത് അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അത് വലിയൊരു ചതിയാണെന്ന്. അയാളുടെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ് ഞാൻ ഇന്ന്. അയാളുടെ കാര്യസാധ്യത്തിനായി പല വലിയ ആളുകൾക്കും എന്നെ കാഴ്ചവെച്ചു. രക്ഷപ്പെടാനാവാത്ത വിധം ഞാൻ അകപ്പെട്ടു പോയി. അന്ന് അനൂപിനോട് ചെയ്തതിനൊക്കെ ഞാൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട്. ചെയ്ത തെറ്റുകൾക്കെല്ലാം ഞാൻ അനൂപിനോട് മാപ്പ് ചോദിക്കുന്നു. അവൾ പറയുന്നത് കേട്ടപ്പോൾ അനൂപിന് ദേഷ്യമാണ് തോന്നിയത്. ദയവ് ചെയ്ത് അനൂപ് ഒന്നും മനസ്സിൽ വെക്കരുത്. എന്നോട് പകരം വീട്ടരുത്. എന്നെ ഇന്നലെ ഹോട്ടലിൽ വെച്ച് കണ്ട വിവരം എന്നെ അറിയാവുന്ന ആരോടും പറയരുത്. ആരെങ്കിലും അറിഞ്ഞ എന്റെ പപ്പ അറിഞ്ഞാൽ അതോടെ പപ്പ ഹൃദയം പൊട്ടി മരിക്കും. മോള് ബാംഗ്ലൂരിൽ സന്തോഷത്തോടെ ജീവിക്കുകയാണ് എന്നാണ് പപ്പയുടെ വിചാരം. അനൂപ് ദൈവത്തെ ഓർത്ത് ഇതാരോടും പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷയായി കാണണം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ബാൽക്കണിയുടെ ഡോറിനടുത്ത് നിന്ന് രേവതി അനൂപിനെ വിളിച്ചത്. ഏട്ടാ. അനൂപ് തിരിഞ്ഞു നോക്കി. ദാ വരുന്നു അവൻ പറഞ്ഞു. എന്നിട്ട് അവൻ അർച്ചനയോട് പറഞ്ഞു. എന്നെ എന്റെ ഭാര്യ വിളിക്കുന്നുണ്ട്. അവള് ഞാനില്ലാതെ ഉറങ്ങില്ല.
പിന്നെ അന്ന് അവസാനമായി കണ്ടപ്പോ കള്ളമാണെങ്കിലും നീ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നിന്റെ പപ്പ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത് നമ്മുടെ നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിയാൽ മതിയെന്ന്. അന്ന് നീ പറഞ്ഞത് വളരെ ശരിയാണ്. നിനക്ക് നല്ലതിനു വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതുകൊണ്ട് എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. സ്നേഹിക്കാനും വിഷമങ്ങളിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കാനും എനിക്കിന്ന് കൂട്ടിനൊരാളുണ്ട്, എന്റെ ഭാര്യ രേവതി. അതിന് ഞാൻ നിന്നോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ കഴിഞ്ഞ കാര്യം ആലോചിച്ച് പകരം വീട്ടാനൊന്നും ഞാനില്ല. അതൊക്കെ അന്നേ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തിരുന്നു. പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് നീ എന്നെ ഇനി വിളിക്കരുത് പ്ലീസ്. എന്റെ നമ്പർ അങ്ങ് ഡിലീറ്റ് ആക്കിയേക്ക്. എന്നാ ശരി, ഞാൻ വെക്കുന്നു. അവൻ ഫോൺ കട്ട് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ അർച്ചനയുടെ നമ്പർ അവൻ അപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കി. ശേഷം ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് നടന്നു, തന്നെ കാത്തിരിക്കുന്ന രേവതിയുടെ അടുത്തേക്ക്. അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഏട്ടൻ തിരക്കിലായിരുന്നോ? രേവതി ചോദിച്ചു. അല്ല, അതൊരു പഴയ പരിചയക്കാരിയായിരുന്നു. അതൊക്കെ ഞാൻ വഴിയേ പറയാം, നീ ഒന്ന് അടുത്തേക്ക് വന്നേ. എന്താ ഏട്ടാ? അനൂപ് അപ്പോൾ അവളുടെ 2 തോളിലും കൈവച്ചു. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ? എന്താ ഏട്ടൻ അങ്ങനെ ചോദിച്ചത്? അനൂപിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് രേവതി ചോദിച്ചു. നീ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി നിന്നെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. അവളുടെ മുഖത്ത് നോക്കി അനൂപ് പറഞ്ഞു. അനൂപ് പറയുന്നത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് രേവതി. ഒന്നും മിണ്ടാതെ തന്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന രേവതിയോട് അനൂപ് അപ്പോൾ ചോദിച്ചു. എന്താടോ താനൊന്നും പറയാത്തത്? ഏട്ടൻ ഇതെന്തു പറ്റി? ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഇവിടെ നിന്നും പോയ ആളെയല്ല. തിരിച്ചു വന്നപ്പോൾ ഇതുവരെ എന്റെ മുഖത്ത് നോക്കി ചിരിക്കാത്ത ആള് ചിരിക്കുന്നു, പേര് വിളിക്കാത്ത എന്നെ പേര് വിളിക്കുന്നു, ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ഒരു മാറ്റം. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ സംസാരം കേട്ടപ്പോൾ അവന് ചിരിയാണ് വന്നത്. അനൂപ് അപ്പോൾ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. മാറ്റമുണ്ടോ? അവൻ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പിന്നെ മാറ്റമില്ലാതെ. ഞാൻ ഓർക്കുമായിരുന്നു ഏട്ടന്റെ ഓർമ്മയ്ക്കോ മെമ്മറിക്കോ എവിടെയോ വെച്ച് എന്തേലും സംഭവിച്ചോ എന്ന്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ബാധ കയറിയോ എന്ന്. അവൻ അപ്പോൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരി അവൾ അങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് അവൾ വീണ്ടും പറഞ്ഞു. സത്യം, ഞാൻ എന്റെ ഏട്ടനെ ഇങ്ങനെ ഉള്ളു തുറന്നു ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് സന്തോഷമായി. അത് കേട്ട അനൂപിനും സന്തോഷമായി. നീ ഒന്ന് വന്നേ, വാ ഇവിടെ ഇരിക്കി. എന്താ ഏട്ടാ കാര്യം? ഇരിക്കടോ, ധൃതി പിടിക്കല്ലേ എന്ന് പറഞ്ഞ് അനൂപ് അവളെ കട്ടിലിൽ ഇരുത്തി. അവിടെ ടേബിളിൽ വെച്ചിരുന്ന തന്റെ ബാഗിൽ നിന്നും ഒരു ചെറിയ പെട്ടിയെടുത്ത് അവൻ രേവതിയുടെ അടുത്ത് വന്നിരുന്നു. അതെന്താണെന്നറിയാതെ അവൾ ആശ്ചര്യത്തോടെ ആ പെട്ടിയിലേക്കും അനൂപിനെയും മാറി മാറി നോക്കി. അവൻ ആ പെട്ടി തുറന്നു. അതിലൊരു ഡയമണ്ട് റിംഗ് ആയിരുന്നു. അതെടുത്ത് അവൻ പതിയെ രേവതിയുടെ മോതിരവിരലിൽ അണിയിച്ചു. അത് കണ്ട രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിറ കണ്ണുകളോടെ ആ മോതിരത്തിലേക്ക് നോക്കി അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ആ മോതിരത്തിൽ വീണ് ചിതറി. അത് വിഷമം കൊണ്ടല്ല, മറിച്ച് സന്തോഷത്തിന്റെ കണ്ണുനീരായിരുന്നു. നിറ കണ്ണുകളോടെ രേവതി അനൂപിന്റെ 2 കണ്ണുകളിലേക്ക് നോക്കി. അനൂപ് അവളെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. ആ നിമിഷം അവൾക്കൊരു വിറയൽ അനുഭവപ്പെട്ടു. രേവതി, അനൂപിന്റെ ശബ്ദമിടറി. എനിക്ക് ഇതുവരെ നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്റെ ലോകം മറ്റൊന്നായിരുന്നു. പക്ഷേ വൈകിയാണെങ്കിലും ഞാൻ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഈ ലോകത്തെ എനിക്ക് സ്നേഹിക്കാൻ, എന്റേതെന്ന് പറയാൻ എനിക്ക് നീ ഉണ്ടെന്ന്. രേവതി അവന്റെ കൈകൾ മുറുകെ പിടിച്ചു. അനൂപേട്ടന്റെ കണ്ണുകളിൽ ഇപ്പോൾ ഞാൻ എന്നോടുള്ള സ്നേഹം കാണുന്നുണ്ട്. എനിക്കിത് മാത്രം മതി. ഇത്രയും നാളത്തെ എന്റെ വിഷമം മറക്കാൻ എപ്പോഴും എന്റെ ഏട്ടൻ എന്റെ കൂടെ ഉണ്ടായാൽ മതി. അവൾ പറഞ്ഞപ്പോൾ അനൂപ് മനോഹരമായ ഒരു ചിരിയോടെ അവളുടെ കവിളിൽ ഒന്ന് തൊട്ടു. ശേഷം അവന്റെ കൈകൾ മെല്ലെ അവളിൽ വീണു. അവളുടെ ചെറിയൊരു ചരിവുള്ള നേർത്ത വിരലുകളിൽ അവൻ ഒന്ന് പിടിച്ചു. വിവാഹത്തിന്റെ പവിത്രമായ നൂലുകൾ ഓരോന്നായി അവൻ അയക്കുമ്പോൾ അവരുടെ ഉടലുകൾ തമ്മിലുള്ള അകലം കുറയുക മാത്രമായിരുന്നില്ല, മറിച്ച് 2 ആത്മാക്കൾ ഒരേ താളത്തിൽ ലയിക്കുകയായിരുന്നു. അവളുടെ വിറയ്ക്കുന്ന ശരീരത്തെ അനൂപ് തന്റെ കൈവെള്ളയിൽ ഒതുക്കി. അവൻ അവളിലേക്ക് കൂടുതൽ ചേർന്നു തുടങ്ങി. കാലം കരുതി വെച്ചിരുന്നത് ഇവളെയാണെന്ന് അവളെ കോർത്തിണക്കുമ്പോൾ അവന്റെ ഉള്ളം പറഞ്ഞു.